ഇന്ത്യക്ക് 25% അധിക തീരുവ ചുമത്താൻ US ഔദ്യോഗികമായി നോട്ടീസ് നൽകിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പുതിയ തീരുവ ഓഗസ്റ്റ് 27 പുലർച്ചെ 12:01 മുതൽ പ്രാബല്യത്തിൽ വരും. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വഴി ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് പുറപ്പെടുവിച്ച നോട്ടീസിൽ ടാരിഫുകൾ ഓഗസ്റ്റ് 6 ഒപ്പുവെച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ അതായത് 14,329 നടപ്പിലാക്കുമെന്നും വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ഭീഷണികളെ ഒന്നും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്ത് സമ്മർദ്ദം വന്നാലും ഏത് കോണിൽ നിന്ന് എന്ത് വന്നാലും അതിനെയൊക്കെ തന്നെ ഭാരതം നേരിടുമെന്ന മുന്നറിയിപ്പായിരുന്നു ട്രംപിന് നൽകിക്കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ജനങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കിയതും. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനാലാണ് ഇന്ത്യക്ക് മേൽ US അധിക തീരുവ ചുമത്തിയതും. ആയതിനാൽ തന്നെ ട്രംപ് ലക്ഷ്യം വെക്കുന്നതും റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളെ തന്നെയായിരുന്നു. ഇപ്പോൾ ചൈനയോട് പോലും മറ്റൊരു നിലപാട് സ്വീകരിക്കുകയും അവരെ ഒതുക്കുകയും അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുമെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിക്കാൻ പോകുന്നതെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഈ വർഷം ഓഗസ്റ്റിൽ റഷ്യ എണ്ണ വാങ്ങുന്നതിൽ തുടർന്നു പോകുന്നതിൽ അതിൽ പിഴയായി തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ മൊത്തത്തിലുള്ള ലെവി 50% തന്നെ ഉയർത്തി. ദ്വിതീയ ടാരിഫുകൾ എന്ന് വിളിക്കപ്പെടുന്നതിന്റെ ആത്യന്തവും അതുപോലെ തന്നെ നിരാകരിക്കാനാവാത്തതുമായ യുക്തിരഹിതവും എന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഇതിനെ അപലപിക്കുകയാണ് ചെയ്തത്. അതേസമയം സമാധാന ചർച്ചകളിലെ പുരോഗതി വർദ്ധിപ്പിച്ചുകൊണ്ട് തീരുവകളുടെ ആവശ്യകത ഇല്ലാതാക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഗുജറാത്ത് സന്ദർശനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അഹമ്മദാബാദിൽ 5,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തറക്കല്ലിട്ടതും. അതുപോലെ തന്നെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നടന്ന പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂറിനെയും അതുപോലെ ട്രംപിന്റെ ടാരിഫുകളെയും കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. സമ്മർദ്ദങ്ങൾ കൂടുംതോറും അതിനെ നേരിടാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. ചെറുകിട സംരംഭകർക്കും കർഷകർക്കും മൃഗ വളർത്തൽ അല്ലെങ്കിൽ മൃഗസംരക്ഷകർക്കും ഒക്കെ തന്നെ ഒരു ദോഷവും വരാൻ തന്റെ സർക്കാർ അനുവദിക്കുകയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ഇന്ത്യ സ്വാശ്രയത്വത്തെ ഒരു വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിസ്ഥാനമാക്കിയിരിക്കുന്നു. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കന്നുകാലി കർഷകർ, സംരംഭകർ എന്നിവരുടെ ശക്തിയിൽ ഇന്ത്യ വികസനത്തിന്റെ പാതയിലേക്ക് അതിവേഗം കുതിച്ചുയരുകയാണ് ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാശ്രയ ഇന്ത്യ പ്രചരണത്തിന് ഗുജറാത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്നു. ഇവിടെ എല്ലാ ദിവസവും അശാന്തി നിലനിന്നിരുന്ന ആ ദിവസങ്ങളിൽ യുവതലമുറ ഇത് കണ്ടിട്ടില്ല. ഇന്ന് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്ന് തന്നെയാണ് അഹമ്മദാബാദ്. ഗുജറാത്തിൽ സമാധാനത്തിന്റെയും സുരക്ഷയുടെയും അന്തരീക്ഷമാണ് ഇന്ന് നാം കാണുന്നത്. ഗുജറാത്ത് മുന്നോട്ട് കുതിക്കുകയാണ്. രാജ്യത്തിന്റെ കയറ്റുമതിയുടെ 1/3 ഇപ്പോൾ ഗുജറാത്തിൽ നിന്നാണ് എത്തുന്നത്. സൗരോർജ, ആണവോർജ മേഖലകളിൽ ഇന്ത്യ മുന്നേറുകയാണ്. അതിൽ ഗുജറാത്തിന് ഏറ്റവും ഉയർന്ന പങ്കാളിത്തമുണ്ട് എന്ന്. ഗുജറാത്ത് ആകട്ടെ ഹരിത ഊർജത്തിന്റെയും പെട്രോ കെമിക്കലുകളുടെയും ഒക്കെ തന്നെ കേന്ദ്രമായി മാറുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെയും സെമി കണ്ടക്ടർ മേഖലയും ഗുജറാത്ത് മുന്നേറുകയാണ് എന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ട്രംപിന്റെ അധിക തീരുവ ഭീഷണിയൊക്കെ തന്നെ അദ്ദേഹം കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ ഊർജ്ജസ്വലനായി തന്നെയാണ് ട്രംപിനുള്ള ആദ്യ പരസ്യ പ്രസ്താവനയിലൂടെ തന്നെ അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.